എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ സംസ്കാരവും ദേശീയതയും എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള PSC ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വന്ദേ മാതരം രചിച്ചത്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ, ഓപ്ഷൻ സി മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ ഡി പ്രേംചന്ദ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ. ക്വസ്റ്റ്യൻ നമ്പർ 2, ജനഗണമന രചിച്ചത്? ഓപ്ഷൻ എ ബങ്കിം ചന്ദ്രൻ, ഓപ്ഷൻ ബി ടാഗോർ, ഓപ്ഷൻ സി ഇക്ബാൽ, ഓപ്ഷൻ ഡി വിവേകാനന്ദൻ. ജനഗണമന രചിച്ചത് ഓപ്ഷൻ ബി ആണ്, ടാഗോർ. 3, സാരെ ജഹാൻ സെ അച്ഛാ രചിച്ചത്? ഓപ്ഷൻ എ മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ ബി ടാഗോർ, ഓപ്ഷൻ സി അരവിന്ദ ഘോഷ്, ഓപ്ഷൻ ഡി ബിപിൻ ചന്ദ്രപാൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാൻ സെ അച്ഛാ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ക്വസ്റ്റ്യൻ നമ്പർ 4, ദേശീയ ബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മാധ്യമം? ഓപ്ഷൻ എ പത്രങ്ങൾ, ഓപ്ഷൻ ബി സാഹിത്യം, ഓപ്ഷൻ സി കല, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മാധ്യമം പത്രങ്ങൾ, സാഹിത്യം, കല. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇന്ത്യൻ ദേശീയ ഗാനം ഏത്? ഓപ്ഷൻ എ വന്ദേ മാതരം, ഓപ്ഷൻ ബി ജനഗണമന, ഓപ്ഷൻ സി സാരെ ജഹാൻ സെ അച്ഛാ, ഓപ്ഷൻ ഡി ജയ് ഹിന്ദ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനഗണമന. ഇന്ത്യൻ ദേശീയ ഗാനം ജനഗണമന. 6, ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ 1911, ഓപ്ഷൻ ബി 1905, ഓപ്ഷൻ സി 1920, ഓപ്ഷൻ ഡി 1947. ആൻസർ ഓപ്ഷൻ എ ആണ്, 1911. ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത് 1911. ക്വസ്റ്റ്യൻ നമ്പർ 7, ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകം? ഓപ്ഷൻ എ സാഹിത്യം, ഓപ്ഷൻ ബി സംഗീതം, ഓപ്ഷൻ സി ചിത്രകല, ഓപ്ഷൻ ഡി എല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം. അതായത് ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകം സാഹിത്യം, സംഗീതം, ചിത്രകല എന്നിവയെല്ലാം. 8, ആനന്ദമഠം രചിച്ചത്? ഓപ്ഷൻ എ ടാഗോർ, ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്രൻ, ഓപ്ഷൻ സി പ്രേംചന്ദ്, ഓപ്ഷൻ ഡി ശരത് ചന്ദ്രൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബങ്കിം ചന്ദ്രൻ. ആനന്ദമഠം രചിച്ചത് ബങ്കിം ചന്ദ്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 9, വന്ദേ മാതരം ഉൾപ്പെട്ട കൃതി? ഓപ്ഷൻ എ ഗീതാഞ്ജലി, ഓപ്ഷൻ ബി ആനന്ദമഠം, ഓപ്ഷൻ സി ഗോറ, ഓപ്ഷൻ ഡി ഗോധാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠം. വന്ദേ മാതരം ഉൾപ്പെട്ട കൃതിയാണ് ആനന്ദമഠം. ക്വസ്റ്റ്യൻ നമ്പർ 10, ദേശീയ ബോധം ഉണർത്തിയ പ്രധാന ഗാനങ്ങളിൽ ഒന്ന്? ഓപ്ഷൻ എ വന്ദേ മാതരം, ഓപ്ഷൻ ബി ജനഗണമന, ഓപ്ഷൻ സി സാരെ ജഹാൻ സെ അച്ഛാ, ഓപ്ഷൻ ഡി എല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം. അതായത് ദേശീയബോധം ഉണർത്തിയ പ്രധാന ഗാനങ്ങളിൽ ഒന്ന് വന്ദേ മാതരം, ജനഗണമന, സാരെ ജഹാൻ സെ അച്ഛാ എന്നിവയെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 11, ഇന്ത്യൻ ദേശീയത പ്രചരിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച മാധ്യമം? ഓപ്ഷൻ എ പത്രങ്ങൾ, ഓപ്ഷൻ ബി റേഡിയോ, ഓപ്ഷൻ സി ടെലിവിഷൻ, ഓപ്ഷൻ ഡി ഇന്റർനെറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പത്രങ്ങൾ. ഇന്ത്യൻ ദേശീയത പ്രചരിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച മാധ്യമം പത്രങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 12, ദേശീയ ബോധം വളർത്തിയ ചിത്രകാരൻ? ഓപ്ഷൻ എ അബനീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി രാജാ രവിവർമ്മ, ഓപ്ഷൻ സി നന്ദലാൽ ബോസ്, ഓപ്ഷൻ ഡി എയും സിയും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എയും സിയും. അതായത് ദേശീയ ബോധം വളർത്തിയ ചിത്രകാരന്മാരാണ് അബനീന്ദ്രനാഥ് ടാഗോറും നന്ദലാൽ ബോസും. 13, ദേശീയതയുടെ ആശയം ശക്തിപ്പെടുത്തിയ ഘടകം? ഓപ്ഷൻ എ കല, ഓപ്ഷൻ ബി സാഹിത്യം, ഓപ്ഷൻ സി പത്രങ്ങൾ, ഓപ്ഷൻ ഡി എല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം. ദേശീയതയുടെ ആശയം ശക്തിപ്പെടുത്തിയ ഘടകം കല, സാഹിത്യം, പത്രങ്ങൾ ഇവയെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 14, ഭാരതമാതാ ചിത്രവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ അബനീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി രവിവർമ്മ, ഓപ്ഷൻ സി അമൃത ഷേർഗിൽ, ഓപ്ഷൻ ഡി MF ഹുസൈൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, അബനീന്ദ്രനാഥ് ടാഗോർ. 15, ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം? ഓപ്ഷൻ എ വന്ദേ മാതരം, ഓപ്ഷൻ ബി ജയ് ഹിന്ദ്, ഓപ്ഷൻ സി ഇൻഖിലാബ് സിന്ദാബാദ്, ഓപ്ഷൻ ഡി എല്ലാം.
അതായത് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് വന്ദേമാതരം, ജയ് ഹിന്ദ്, ഇൻഖുലാബ് സിന്ദാബാദ് എന്നിവയെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ദേശീയബോധം ജനങ്ങളിൽ എത്തിക്കാൻ സഹായിച്ച കലാരൂപം. ഓപ്ഷൻ എ നാടകം, ഓപ്ഷൻ ബി ഗാനങ്ങൾ, ഓപ്ഷൻ സി ചിത്രങ്ങൾ, ഓപ്ഷൻ ഡി എല്ലാം. ദേശീയബോധം ജനങ്ങളിൽ എത്തിക്കാൻ സഹായിച്ച കലാരൂപമാണ് നാടകം, ഗാനങ്ങൾ, ചിത്രങ്ങൾ എന്നിവയെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ ദൈർഘ്യം. ഓപ്ഷൻ എ ഏകദേശം 52 സെക്കൻഡ്, ഓപ്ഷൻ ബി 45 സെക്കൻഡ്, ഓപ്ഷൻ സി 60 സെക്കൻഡ്, ഓപ്ഷൻ ഡി 30 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഏകദേശം 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ ദൈർഘ്യം എന്നത് ഏകദേശം 52 സെക്കൻഡ്. 18. ദേശീയബോധം വളർത്തുന്നതിൽ ഭാഷയുടെ പങ്ക്. ഓപ്ഷൻ എ പ്രധാനമാണ്, ഓപ്ഷൻ ബി ഇല്ല, ഓപ്ഷൻ സി വളരെ കുറവ്, ഓപ്ഷൻ ഡി അറിയില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രധാനമാണ്. ദേശീയബോധം വളർത്തുന്നതിൽ ഭാഷയുടെ പങ്ക് പ്രധാനമാണ്. 19. ദേശീയത വളർത്താൻ സഹായിച്ച സാഹിത്യരൂപം. ഓപ്ഷൻ എ നോവൽ, ഓപ്ഷൻ ബി കവിത, ഓപ്ഷൻ സി ലേഖനം, ഓപ്ഷൻ ഡി എല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം. ദേശീയത വളർത്താൻ സഹായിച്ച സാഹിത്യരൂപങ്ങളാണ് നോവല്, കവിത, ലേഖനം എന്നിവയെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 20. ദേശീയബോധം വളർത്താൻ ഉപയോഗിച്ച പ്രധാന മാർഗം. ഓപ്ഷൻ എ വിദ്യാഭ്യാസം, ഓപ്ഷൻ ബി കല, ഓപ്ഷൻ സി സാഹിത്യം, ഓപ്ഷൻ ഡി എല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം. ദേശീയബോധം വളർത്താൻ ഉപയോഗിച്ച പ്രധാന മാർഗമാണ് വിദ്യാഭ്യാസം, കല, സാഹിത്യം എന്നിവയെല്ലാം. 21. ഇന്ത്യൻ ദേശീയതയ്ക്ക് പ്രചോദനമായ സാംസ്കാരിക ഘടകം ഏത്? ഓപ്ഷൻ എ സാഹിത്യം, ഓപ്ഷൻ ബി സാമ്രാജ്യത്വം, ഓപ്ഷൻ സി വ്യവസായവൽക്കരണം, ഓപ്ഷൻ ഡി സൈനിക ഭരണം. ആൻസർ ഓപ്ഷൻ എ ആണ്, സാഹിത്യം. ഇന്ത്യൻ ദേശീയതയ്ക്ക് പ്രചോദനമായ സാംസ്കാരിക ഘടകം എന്നത് സാഹിത്യമാണ്. 22. ദേശീയബോധം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മാധ്യമം ഏത്? ഓപ്ഷൻ എ പത്രങ്ങൾ, ഓപ്ഷൻ ബി ടെലിവിഷൻ, ഓപ്ഷൻ സി റേഡിയോ, ഓപ്ഷൻ ഡി സിനിമ. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ, പത്രങ്ങൾ. ദേശീയബോധം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മാധ്യമം എന്നത് പത്രങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഭാരതമാതാ ചിത്രം വരച്ചത് ആരാണ്? ഓപ്ഷൻ എ അബനീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി രാജാ രവിവർമ്മ, ഓപ്ഷൻ സി നന്ദലാൽ ബോസ്, ഓപ്ഷൻ ഡി അമൃത ഷെർഗിൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, അബനീന്ദ്രനാഥ ടാഗോർ. ഭാരതമാത ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ, ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ സി മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ ഡി പ്രേംചന്ദ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 25. വന്ദേ മാതരം ഏതിനാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ദേശീയ ഗാനം, ഓപ്ഷൻ ബി ദേശീയ ഗീതം, ഓപ്ഷൻ സി സംസ്ഥാന ഗാനം, ഓപ്ഷൻ ഡി വിപ്ലവ ഗാനം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ദേശീയ ഗീതം. വന്ദേ മാതരം ഏതിനാണ് അറിയപ്പെടുന്നത്? ദേശീയ ഗീതം. 26. ദേശീയത വളർത്താൻ പ്രധാന പങ്ക് വഹിച്ച കലാരൂപം ഏത്? ഓപ്ഷൻ എ ചിത്രകല, ഓപ്ഷൻ ബി ശില്പകല, ഓപ്ഷൻ സി വാസ്തുവിദ്യ, ഓപ്ഷൻ ഡി മൺപാത്ര നിർമ്മാണം. ആൻസർ ഓപ്ഷൻ എ ആണ്, ചിത്രകല. ദേശീയത വളർത്താൻ പ്രധാന പങ്ക് വഹിച്ച കലാരൂപം ഏത്? ആൻസർ ചിത്രകല. 27. ദേശീയബോധം ജനങ്ങളിൽ എത്തിക്കാൻ സഹായിച്ച പ്രകടന കല ഏത്? ഓപ്ഷൻ എ നാടകം, ഓപ്ഷൻ ബി ഒപ്പന, ഓപ്ഷൻ സി കഥകളി, ഓപ്ഷൻ ഡി മോഹിനിയാട്ടം. ആൻസർ ഓപ്ഷൻ എ ആണ്, നാടകം. ദേശീയബോധം ജനങ്ങളിൽ എത്തിക്കാൻ സഹായിച്ച പ്രകടന കല ഏതാണ്? നാടകം. 28. ദേശസ്നേഹ ഗാനങ്ങൾ ജനങ്ങളിൽ വളർത്തിയത് എന്ത്? ഓപ്ഷൻ എ ദേശീയബോധം, ഓപ്ഷൻ ബി മതബോധം, ഓപ്ഷൻ സി പ്രാദേശിക ബോധം, ഓപ്ഷൻ ഡി ഭാഷാബോധം. ആൻസർ ഓപ്ഷൻ എ ആണ്, ദേശീയബോധം. ദേശസ്നേഹ ഗാനങ്ങൾ ജനങ്ങളിൽ വളർത്തിയത് ദേശീയബോധം. 29. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയ സാംസ്കാരിക പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ എ സാംസ്കാരിക നവോത്ഥാനം, ഓപ്ഷൻ ബി വ്യവസായ വിപ്ലവം, ഓപ്ഷൻ സി ഹരിത വിപ്ലവം, ഓപ്ഷൻ ഡി ശ്വേത വിപ്ലവം. ആൻസർ ഓപ്ഷൻ എ ആണ്, സാംസ്കാരിക നവോത്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് സാംസ്കാരിക നവോത്ഥാനം. 30. ദേശീയ ഐക്യത്തിന് ഏറ്റവും സഹായകമായത് ഏത്? ഓപ്ഷൻ എ സാഹിത്യം, ഓപ്ഷൻ ബി നികുതി, ഓപ്ഷൻ സി വ്യാപാരം, ഓപ്ഷൻ ഡി യുദ്ധം. ആൻസർ ഓപ്ഷൻ എ ആണ്, സാഹിത്യം. ദേശീയ ഐക്യത്തിന് ഏറ്റവും സഹായകമായത് സാഹിത്യം. 31. ദേശീയബോധം വളർത്തിയ കവിതകൾ പൊതുവെ അറിയപ്പെടുന്നത്.
ഓപ്ഷൻ എ ദേശസ്നേഹ കവിതകൾ, ഓപ്ഷൻ ബി ഭക്തി കവിതകൾ, ഓപ്ഷൻ സി പ്രകൃതി കവിതകൾ, ഓപ്ഷൻ ഡി പ്രണയ കവിതകൾ. ആൻസർ ഓപ്ഷൻ എ ആണ് ദേശസ്നേഹ കവിതകൾ. ദേശീയ ബോധം വളർത്തിയ കവിതകൾ പൊതുവെ അറിയപ്പെടുന്നത് ദേശസ്നേഹ കവിതകൾ. 32 ദേശീയ പ്രസ്ഥാനത്തിൽ ഗാനങ്ങളുടെ പ്രധാന പങ്ക് എന്തായിരുന്നു? ഓപ്ഷൻ എ ജനങ്ങളെ പ്രചോദിപ്പിച്ചു, ഓപ്ഷൻ ബി വിനോദം നൽകി, ഓപ്ഷൻ സി ധനശേഖരണം നടത്തി, ഓപ്ഷൻ ഡി വ്യാപാരം വളർത്തി. ആൻസർ ഓപ്ഷൻ എ ആണ് ജനങ്ങളെ പ്രചോദിപ്പിച്ചു. ദേശീയ പ്രസ്ഥാനത്തിൽ ഗാനങ്ങളുടെ പ്രധാന പങ്ക് എന്നത് ജനങ്ങളെ പ്രചോദിപ്പിച്ചു. 33 ദേശീയ ബോധം വളർത്തുന്നതിൽ പത്രങ്ങൾ വഹിച്ച പങ്ക് ഏത്? ഓപ്ഷൻ എ ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിച്ചു, ഓപ്ഷൻ ബി കായിക വാർത്തകൾ നൽകി, ഓപ്ഷൻ സി പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു, ഓപ്ഷൻ ഡി വിനോദം നൽകി. ആൻസർ ഓപ്ഷൻ എ ആണ് ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ദേശീയ ബോധം വളർത്തുന്നതിൽ പത്രങ്ങൾ വഹിച്ച പങ്കാണ് ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. 34 ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിച്ച പ്രധാന സാഹിത്യരൂപം ഏത്? ഓപ്ഷൻ എ നോവലും കവിതയും, ഓപ്ഷൻ ബി നിഘണ്ടു, ഓപ്ഷൻ സി ശാസ്ത്രഗ്രന്ഥങ്ങൾ, ഓപ്ഷൻ ഡി യാത്രാവിവരണം. ആൻസർ ഓപ്ഷൻ എ ആണ് നോവലും കവിതയും. ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിച്ച പ്രധാന സാഹിത്യരൂപം എന്നത് നോവലും കവിതയും. 35 ദേശീയ ബോധത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന ചിത്രം ഏത്? ഓപ്ഷൻ എ ഭാരത് മാത, ഓപ്ഷൻ ബി മൊണാലിസ, ഓപ്ഷൻ സി ലാസ്റ്റ് സപ്പർ, ഓപ്ഷൻ ഡി ഗേർണിക്ക. ആൻസർ ഓപ്ഷൻ എ ആണ് ഭാരത് മാത. ദേശീയ ബോധത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന ചിത്രം ഭാരത് മാത. 36 ദേശീയത പ്രചരിപ്പിക്കുന്ന പ്രധാന വ്യക്തികൾ ആരായിരുന്നു? ഓപ്ഷൻ എ എഴുത്തുകാരും കലാകാരന്മാരും, ഓപ്ഷൻ ബി വ്യാപാരികൾ മാത്രം, ഓപ്ഷൻ സി കായിക താരങ്ങൾ മാത്രം, ഓപ്ഷൻ ഡി വിദേശ ഭരണാധികാരികൾ. ആൻസർ ഓപ്ഷൻ എ ആണ് എഴുത്തുകാരും കലാകാരന്മാരും. ദേശീയത പ്രചരിപ്പിച്ച പ്രധാന വ്യക്തികളാണ് എഴുത്തുകാരും കലാകാരന്മാരും. 37 ദേശീയ ബോധം വളർത്തുന്നതിൽ ചിത്രകാരന്മാരുടെ പങ്ക് എന്തായിരുന്നു? ഓപ്ഷൻ എ ദേശസ്നേഹം ഉണർത്തുന്ന ചിത്രങ്ങൾ സൃഷ്ടിച്ചു, ഓപ്ഷൻ ബി പരസ്യ ചിത്രങ്ങൾ മാത്രം വരച്ചു, ഓപ്ഷൻ സി വിദേശ സംസ്കാരം പ്രചരിപ്പിച്ചു, ഓപ്ഷൻ ഡി യുദ്ധചിത്രങ്ങൾ മാത്രം വരച്ചു. ആൻസർ ഓപ്ഷൻ എ ആണ് ദേശസ്നേഹം ഉണർത്തുന്ന ചിത്രങ്ങൾ സൃഷ്ടിച്ചു. ദേശീയ ബോധം വളർത്തുന്നതിൽ ചിത്രകാരന്മാരുടെ പങ്ക് എന്നത് ദേശസ്നേഹം ഉണർത്തുന്ന ചിത്രങ്ങൾ സൃഷ്ടിച്ചു. 38 ദേശീയ ബോധം വളർത്താൻ ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ത്? ഓപ്ഷൻ എ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഓപ്ഷൻ ബി കായിക മത്സരങ്ങൾ, ഓപ്ഷൻ സി വ്യാപാര പ്രദർശനങ്ങൾ, ഓപ്ഷൻ ഡി വിനോദ പരിപാടികൾ. ആൻസർ ഓപ്ഷൻ എ ആണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ. ദേശീയ ബോധം വളർത്താൻ ഏറ്റവും ഫലപ്രദമായ മാർഗം എന്നത് സാംസ്കാരിക പ്രവർത്തനങ്ങൾ. 39 ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പ്രധാനമായും ഉപയോഗിച്ച മാധ്യമം. ഓപ്ഷൻ എ പത്രം, ഓപ്ഷൻ ബി ടെലിഫോൺ, ഓപ്ഷൻ സി റേഡിയോ, ഓപ്ഷൻ ഡി സിനിമ. ആൻസർ ഓപ്ഷൻ എ ആണ് പത്രം. ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പ്രധാനമായും ഉപയോഗിച്ച മാധ്യമം പത്രം. 40 ദേശീയതയ്ക്ക് ശക്തി പകർന്ന പ്രധാന ഘടകം ഏത്? ഓപ്ഷൻ എ സംസ്കാരം, ഓപ്ഷൻ ബി കാലാവസ്ഥ, ഓപ്ഷൻ സി ഭൂമിശാസ്ത്രം, ഓപ്ഷൻ ഡി കൃഷി. ആൻസർ ഓപ്ഷൻ എ ആണ് സംസ്കാരം. ദേശീയതയ്ക്ക് ശക്തി പകർന്ന പ്രധാന ഘടകമാണ് സംസ്കാരം. 41 ദേശീയ പ്രസ്ഥാനത്തിൽ സാഹിത്യത്തിന്റെ പങ്ക് എന്തായിരുന്നു? ഓപ്ഷൻ എ ദേശീയ ബോധം വളർത്തി, ഓപ്ഷൻ ബി ഭരണത്തെ പിന്തുണച്ചു, ഓപ്ഷൻ സി യുദ്ധം പ്രോത്സാഹിപ്പിച്ചു, ഓപ്ഷൻ ഡി വ്യാപാരം വളർത്തി. ആൻസർ ഓപ്ഷൻ എ ആണ് ദേശീയ ബോധം വളർത്തി. ദേശീയ പ്രസ്ഥാനത്തിൽ സാഹിത്യത്തിന്റെ പങ്ക് എന്നത് ദേശീയ ബോധം വളർത്തി. 42 ദേശീയ പ്രസ്ഥാനത്തിൽ സംഗീതത്തിന്റെ പങ്ക് എന്തായിരുന്നു? ഓപ്ഷൻ എ ജനങ്ങളെ പ്രചോദിപ്പിച്ചു, ഓപ്ഷൻ ബി വിനോദം നൽകി, ഓപ്ഷൻ സി ധനശേഖരണം നടത്തി, ഓപ്ഷൻ ഡി നികുതി വർദ്ധിപ്പിച്ചു. ആൻസർ ഓപ്ഷൻ എ ആണ് ജനങ്ങളെ പ്രചോദിപ്പിച്ചു. ദേശീയ പ്രസ്ഥാനത്തിൽ സംഗീതത്തിന്റെ പങ്ക് എന്നത് ജനങ്ങളെ പ്രചോദിപ്പിച്ചു. 43 ദേശീയ ബോധത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന ചിത്രം ഏത്? ഓപ്ഷൻ എ ഭാരത് മാത, ഓപ്ഷൻ ബി മൊണാലിസ, ഓപ്ഷൻ സി സ്റ്റാറി നൈറ്റ്, ഓപ്ഷൻ ഡി ദ സ്ക്രീം. ആൻസർ ഓപ്ഷൻ എ ആണ് ഭാരത് മാത. ദേശീയ ബോധത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന ചിത്രം എന്നത് ഭാരത് മാത. 44 ദേശീയ ബോധം വളർത്തിയ ഗാനങ്ങൾ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ദേശസ്നേഹ ഗാനങ്ങൾ, ഓപ്ഷൻ ബി ഭക്തി ഗാനങ്ങൾ, ഓപ്ഷൻ സി നാടൻ പാട്ടുകൾ, ഓപ്ഷൻ ഡി സിനിമാ ഗാനങ്ങൾ. ആൻസർ ഓപ്ഷൻ എ ആണ് ദേശസ്നേഹ ഗാനങ്ങൾ. ദേശീയ ബോധം വളർത്തിയ ഗാനങ്ങൾ അറിയപ്പെടുന്നത് ദേശസ്നേഹ ഗാനങ്ങൾ. 45 ദേശീയ പ്രസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ എ ദേശീയ ബോധം വളർത്തുക, ഓപ്ഷൻ ബി നികുതി വർദ്ധിപ്പിക്കുക,
ഓപ്ഷൻ സി വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ഡി സൈന്യത്തെ ശക്തിപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് ദേശീയബോധം വളർത്തുക. ദേശീയ പ്രസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം ദേശീയബോധം വളർത്തുക. 46. സംസ്കാരവും ദേശീയതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഓപ്ഷൻ എ പരസ്പരം ശക്തിപ്പെടുത്തുന്നു. ഓപ്ഷൻ ബി പരസ്പരം എതിർക്കുന്നു. ഓപ്ഷൻ സി ബന്ധമില്ല. ഓപ്ഷൻ ഡി താൽക്കാലികമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പരസ്പരം ശക്തിപ്പെടുത്തുന്നു. സംസ്കാരവും ദേശീയതയും തമ്മിലുള്ള ബന്ധം എന്നത് പരസ്പരം ശക്തിപ്പെടുത്തുന്നു. 47. ദേശീയത വളർത്തുന്നതിൽ കലയുടെ പങ്ക് എന്തായിരുന്നു? ഓപ്ഷൻ എ ദേശീയബോധം ഉണർത്തി. ഓപ്ഷൻ ബി വിനോദം മാത്രം നൽകി. ഓപ്ഷൻ സി കായികം പ്രോത്സാഹിപ്പിച്ചു. ഓപ്ഷൻ ഡി വ്യാപാരം വളർത്തി. ആൻസർ ഓപ്ഷൻ എ ആണ്, ദേശീയബോധം ഉണർത്തി. ദേശീയത വളർത്തുന്നതിൽ കലയുടെ പങ്ക് എന്നത് ദേശീയബോധം ഉണർത്തി. 48. ദേശീയ പ്രസ്ഥാനത്തിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിച്ചത് എങ്ങനെ? ഓപ്ഷൻ എ സാംസ്കാരിക പ്രവർത്തനങ്ങൾ. ഓപ്ഷൻ ബി നികുതി. ഓപ്ഷൻ സി യുദ്ധം. ആൻസർ ഓപ്ഷൻ എ ആണ്, സാംസ്കാരിക പ്രവർത്തനങ്ങൾ. ദേശീയ പ്രസ്ഥാനത്തിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിച്ചത് എങ്ങനെയാണ്? സാംസ്കാരിക പ്രവർത്തനങ്ങൾ വഴി. 49. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിൽ പ്രധാന സ്വാധീനം ചെലുത്തിയത്? ഓപ്ഷൻ എ സാംസ്കാരിക നവോത്ഥാനം. ഓപ്ഷൻ ബി വ്യവസായവൽക്കരണം. ഓപ്ഷൻ സി കൃഷി വിപ്ലവം. ഓപ്ഷൻ ഡി ശ്വേത വിപ്ലവം. ആൻസർ ഓപ്ഷൻ എ ആണ്, സാംസ്കാരിക നവോത്ഥാനം. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിൽ പ്രധാന സ്വാധീനം ചെലുത്തിയത് സാംസ്കാരിക നവോത്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 50. സംസ്കാരവും ദേശീയതയും എന്ന അധ്യായത്തിന്റെ കേന്ദ്ര ആശയം ഏത്? ഓപ്ഷൻ എ സംസ്കാരം ദേശീയബോധം വളർത്തുന്നു. ഓപ്ഷൻ ബി യുദ്ധം ദേശീയത വളർത്തുന്നു. ഓപ്ഷൻ സി വ്യവസായം മാത്രം ദേശീയത വളർത്തുന്നു. ഓപ്ഷൻ ഡി വ്യാപാരം മാത്രം ദേശീയത വളർത്തുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, സംസ്കാരം ദേശീയബോധം വളർത്തുന്നു. ഇതോടെ ഈ അധ്യായത്തിലെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്തൊരു അധ്യായത്തിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.